ഒച്ച വിഷയമാണല്ലോ. ആർട്ടിസ്റ്റിനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു വാക്ക് ഉപയോഗിക്കുകയും അതിരാക്സിനല്ല പുള്ളി എല്ലാവരും അപമാനിക്കുക. ഞാൻ കേവലം ഞാൻ അഭിപ്രായം പറഞ്ഞത് അപ്പം ഈ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി ഹണി റോസിനെതിരെ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം ഏത് സ്ത്രീകളെടുത്തും അവതാരികമാരായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ പൊതുവായിട്ട് പുള്ളിയുടെ ഒരു ധാരണ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ സെക്സിന് വേണ്ടിയിട്ടുള്ള മാത്രം ഒരു ഉപകരണമാണെന്നൊരു കാഴ്ചപ്പാട് കൊണ്ടുനടക്കുന്ന ഒരാളാണ്. അത് നമ്മളെ അടുത്ത മന്ത്രി സുധാരൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പുള്ളിയുടെ നാട്ടിൽ വല്ല വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുക്കലടിച്ച് പഠിക്കുന്നത്. ഈ അഭിപ്രായം തന്നെ ഉള്ള ആളാണ് ഞാൻ. അല്ല, ശരിക്കും ഇങ്ങനെയുള്ളവർക്ക് നിയമ നടപടി ശരിക്കും പറഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പിൽ തന്നെ അല്ല. ഇത് നീ പറയാം, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കേസെടുക്കുമ്പോൾ നമ്മളൊരു സന്ദേശം കൂടി കൊടുക്കുകയാണ്. ആവശ്യമില്ലാതെ ആരുടെ നെഞ്ചത്ത് കയറുന്ന പരിപാടി വേണ്ട. അത് ഒന്നോ രണ്ടോ തവണ തമാശയ്ക്ക് പറയുന്നതിനപ്പുറത്തേക്ക് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളി. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വേറൊരു വിഭാഗവും. എനിക്ക് പുള്ളിയുടെ ഈ ചാരിറ്റിയൊക്കെ കാണുമ്പോൾ പട്ടണ പ്രവേശനത്ത് കരമന ജനാർദ്ദനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മൈക്ക് വരുന്ന കല്യാണം നടത്തിയിട്ടേ ഡയറക്ടർ എന്ന് പറയുന്നില്ലേ, അനാഥ കുട്ടികളെ സംരക്ഷിക്കണം, അല്ല അതാണ് ഒരു ആശ്വാസം. അതേ കണക്ക് അവിടെ ഇവിടെ ഈ പറഞ്ഞ ഉടായ്പ കാണിച്ചിട്ട് കുറച്ച് ചാരിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ജനത്തെ പറ്റിക്കാം. ഈ ചാരിറ്റിയുടെ മറവിൽ എന്ത് ഉടായ്പ കാണിക്കാം? ഇങ്ങനെയുള്ള ഉടായ്പ ബിസിനസ് ചെയ്ത് എത്രയോ ക്വാളിറ്റിയോട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എത്രയോ ചാരിറ്റി ചെയ്യുന്നുണ്ട്. ആരെയും ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയരുതെന്നുള്ള രീതിയിൽ സഹായിക്കുന്ന എത്രയോ മനുഷ്യരുണ്ടെന്നേ. കോടിക്കണക്കിനുള്ളവരുണ്ട്, ലക്ഷങ്ങളുള്ളവരുണ്ട്, 10,000 ഉള്ളവരുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ 10 രൂപ ചലഞ്ച്, അതിൽ 10 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് മനസ്സാണ്. അല്ലാതെ ഇപ്പൊ ഞാൻ ഇതിലേക്കൂടെ നടന്നു വരുന്നു, അവിടെ അമ്മ വയ്യാതിരിക്കുന്നു, ഞാൻ നിങ്ങളൊരാളെ മൊബൈലിൽ അങ്ങോട്ട് പിടിച്ചിട്ട് രഹസ്യമായിട്ട് ഷൂട്ട് ചെയ്തോണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഇത് കൊടുത്തിട്ട് റീൽ ഇട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ സാഡ് മ്യൂസിക് ഇട്ടിട്ട് അമ്മയുടെ തലയിൽ നിറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഗേതപ്രാടാന്ന് ഞാൻ പറയും. ഇങ്ങനെ കാണിക്കുന്നവര് അതൊന്നും ഒരിക്കലും അതൊക്കെ എന്ന് പറയുന്നത് ചാരിറ്റിയുടെ ഇവരെയൊന്നും അങ്ങനെ പെടുത്താനേ പാടില്ല. പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അത് ഉടായ്പ. സർക്കാർ കണ്ടുപിടിക്കേണ്ടതാണ്. പിന്നെ കുറെ പരസ്യമൊക്കെ കൊടുത്ത് വെച്ചു. ഇതല്ല മെയിൻ വിഷയം. മാർക്ക് ഞാൻ നേരത്തെ കണ്ടു. ഗംഭീരം. ഞാനൊരു പടത്തിൽ ചെറുതായിട്ട് അഭിനയിച്ചായിരുന്നേ. ഒരു 5 ദിവസം ഫൈറ്റ് ഉണ്ടായിരുന്നു. മാർക്കോട് തന്നെ ഫൈറ്റ് മാസ്റ്റർ കലകം നടന്ന് ഫൈറ്റ് ചെയ്തു. 5 ദിവസം ഫൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഉപ്പാടും പതുക്കെ വളർത്തി 60 ദിവസമൊക്കെ ഉണ്ണി അതിലൊക്കെ എനിക്ക് ഉണ്ണിയുടെ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ 2014 എനിക്ക് അറിയാവുന്ന ആളാണ്. വിക്രമാദിത്യം കഴിഞ്ഞ സമയത്ത് ഞാൻ പോയി ഒരു കഥ പറഞ്ഞപ്പോൾ അടുപ്പോൾ സൗഹൃദമാണ്. അന്ന് ഉണ്ണിയുടെ വീട്ടിൽ കയറി ചെല്ലുമ്പം ഒരു ബ്രൂസ്ലിയുടെ പടവും സൂപ്പർമാന്റെ പടവും വെച്ചിട്ട് പുള്ളിയുടെ ഒരു ഇഷ്ടം അവിടെയായിരുന്നു. പക്ഷെ നമ്മുടെ മലയാളത്തിൽ അയാളുടെ ഒരു ഫിസിക്ക് വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളെക്കാട്ടി കൂടുതലും അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് തന്നെ കൺഫ്യൂഷനായി ഏതിലേക്ക് പോയി സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നുള്ളത്. ഇപ്പം കറക്റ്റ് ഒന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് മുന്നോട്ട് പോകും. സിനിമയുടെ അഭിപ്രായത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഉണ്ണിയുടെ കഷ്ടപ്പാടിനെ കുറിച്ചാണ്. സിനിമയെ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യത്തിൽ വർക്കല്ല. ഇപ്പോൾ വയലൻസ് ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പണ്ട് ചുള്ളിയിൽ തെറിക്കെതിരെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അതേ ഫോർമാറ്റിൽ ഇപ്പം നമ്മളെ ജോജി ചേട്ടന്റെ പണി സിനിമ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ ഒരു റിവ്യൂവർ എടുത്തിട്ടുണ്ടല്ലോ, അവൻ ഈ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അതിനകത്ത് ഏതോ ഒരു ചെറിയൊരു പോയിന്റിൽ സ്ത്രീയെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗർഭപാത്രം ചവിട്ടിപ്പൊളിച്ച് കൊച്ചിനെ പുറത്തെടുക്കുന്ന സീനിൽ ഇയാൾക്ക് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം ഞാൻ സിനിമ അഭിപ്രായമല്ല. ഉണ്ണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കുറെ കാലത്തെ കഷ്ടപ്പാടുകൾക്കും അയാളുടെ കാത്തിരിപ്പിനും അർഹിച്ചൊരു അംഗീകാരം കാലം കൊടുത്തൊരു സിനിമ കൂടിയാണ് ഇതെന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അതിനകത്ത് കൂടുതൽ സന്തോഷം. മാക്സിമം വരട്ടെ. നമുക്ക് ജോൺ വിക്ക് പോലുള്ള കഥാപാത്രങ്ങൾ ഉണ്ണിക്ക് ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള സിനിമകൾ. എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന മേഖലയല്ല സിനിമ. എന്നെ വിളിച്ചാൽ ഞാൻ പോയി അഭിനയിക്കുന്നു. ഇപ്പൊ ഒരു പടം വരുന്നുണ്ട്, അത് ഫെബ്രുവരിയിൽ ഷൂട്ടെന്നവർ പറയും. ഞാൻ അങ്ങനെ അതിന്റെ പിന്നാലെ ഇടം ഓടുന്ന ഒരാളല്ല. അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. പുറത്ത് ടൂറൊക്കെ പോയിട്ട് ഈ സിംഹത്തിന്റെയും കടുവന്റെയും കൂടെയുള്ള പുറത്ത് ടൂർ പോയിട്ട് ഞാൻ നിന്റെ കൂടെ കുറച്ച് സമയം അതിനെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതിനൊക്കെ എന്റെ പകുതി ധൈര്യം പോലെ അവിടെ ഞങ്ങൾ അത്രയും മേടിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് ഞാൻ ഒന്ന് പറയുന്നത്, ഞാൻ അടുത്ത സമയത്ത് നിങ്ങളെ കുറേയൊക്കെ മര്യാദ വേണം കേട്ടോ. ഒമ്മളിത്തരങ്ങളും വൃത്തികേടും പരമാവധി ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കാറ്റുണ്ടാക്കാൻ തുടങ്ങരുത്. റീസെന്റ് ആയിട്ട് വന്ന് മറ്റേ കല്യാണത്തിന് പോയില്ലായിരുന്നു ആലപ്പുഴയല്ലേ? പോയി കഴിഞ്ഞ ശേഷം പോണ്ടാന്ന് തോന്നി. മറ്റേ അതൊക്കെ തോന്നുന്നത് ഇതൊന്നും ഞാൻ പറയുന്നില്ല. കേക്കിന്റെ സംഭവമില്ല. ഞാൻ പറഞ്ഞു പോച്ചയെ കുറിച്ചും പറയാം. ആ കേക്കിന്റെ സ്റ്റേറ്റ്മെന്റ് ദിയാകൃഷ്ണയുടെ സ്റ്റേറ്റ്മെന്റ് കേക്കോ അല്ല, ദിയാകൃഷ്ണ സ്റ്റേറ്റ്മെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലേ, കേക്കിന്റെ മുഖത്തടിച്ചതിന്റെ മുഖത്ത് തേച്ചതിന്റെ കണ്ടില്ലേ? അത് നോറ സിജോന്റെ മുഖത്ത് കേക്ക് നീ അങ്ങനെ എന്തെങ്കിലും നടക്കട്ടെ. അന്വേഷിക്കാതിരിക്കുന്നത് എന്താ പരിപാടി? വെറുതെ
ഞാനിപ്പോ പോയിട്ട് ഒരു പടത്തിന് ഡിസ്കഷൻ ആയിട്ട് പറഞ്ഞാ ഞാൻ കരുതി എന്നാ പിന്നെ റൂം അങ്ങ് എടുത്തേക്കാന്ന് കരുതി. ഞാൻ അറിഞ്ഞു നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ചാടുമെന്ന്. എനിക്ക് ഒരു റൂം എടുക്കാൻ നമുക്ക് ഗ്രൗണ്ട് പാസ് എനിക്ക് ചെയ്യണോ ഇതല്ലേ അറിഞ്ഞത് പ്രശ്നം. ഓക്കെ പോയി നന്നായി വരട്ടെ. ഓക്കെ